മത്സരാധിഷ്ഠനും അസൂയാലുമായിരുന്ന മിച്ചിക്കാട്സു സൂര്യകുനി എന്ന സമുറായിയുടെ കഥയാണ് കോക്കോഷിബയുടെ കഥ. ഏറ്റവും ശക്തനായ ഡീമൺ സ്ലെയർ ആയിരുന്ന അവൻ്റെ ഇരട്ട സഹോദരൻ യുറിച്ചി സുഗിനിക്കുറിയെക്കുറിച്ച് അവന് കടുത്ത അസൂയ ഉണ്ടായിരുന്നു. ഈ വികാരങ്ങളാണ് അവനെ ഒരു ഡീമനായി മാറാനും പിന്നീട് ഡീമൺ കിങ് മൂസാൻ കിബുത്സുജിയുടെ വിശ്വസ്തനായ അനുയായിയായി തീരാനും കാരണമായത്. കോക്കോഷിബയുടെ കഥയുടെ പ്രധാന ഭാഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇരട്ട സഹോദരങ്ങളായ മിച്ചിക്കാട്സുവും യുറിച്ചിയും. സെങ്കോക്കു കാലഘട്ടത്തിലാണ് മിച്ചിക്കാട്സു ജനിച്ചത്. അവൻ്റെ ഇരട്ട സഹോദരനായ യുറിച്ചി ജന്മന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, സൂര്യനെ പ്രതിരോധിക്കാനുള്ള ശേഷി. ഇത് മിച്ചിക്കാട്സുവിനെ അസൂയപ്പെടുത്തി. ഒരു നല്ല സമുറായി ആയിരുന്നിട്ടും മിച്ചിക്കാട്സുവിന് അവൻ്റെ സഹോദരനോടുള്ള അസൂയ കാരണം എപ്പോഴും താഴ്ന്നവനായി തോന്നിക്കൊണ്ടിരുന്നു. ഡീമൺ സ്ലെയർ ആയി മാറുന്നു. മിച്ചിക്കാട്സുവും യുറിച്ചിയും ഡീമൺ സ്ലെയർ കോർപ്സിൽ ചേർന്നു. ഇരുവരും വളരെ ശക്തരായിരുന്നു. അവർക്ക് ഡീമൺ സ്ലെയർ മാർക്ക് എന്നൊരു അടയാളം ലഭിച്ചു. ഈ അടയാളം ലഭിച്ചവർക്ക് 22 വയസ്സിൽ മരണം സംഭവിക്കുന്നൊരു ശാപമുണ്ടായിരുന്നു, മൂസാനുമായിട്ടുള്ള കൂട്ടിക്കാഴ്ച. ഈ ശാപത്തെ ഭയന്ന മിച്ചിക്കാട്സു അവൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായി മൂസാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. മൂസാൻ അവനെ ഒരു ഡീമനാക്കി മാറ്റി. ഈ മാറ്റത്തിന് ശേഷം അവൻ തൻ്റെ മനുഷ്യത്വം ഉപേക്ഷിച്ച് കോക്കോഷിബ എന്ന പേര് സ്വീകരിച്ചു. ഏറ്റുമുട്ടൽ. ഒരു ഡീമനായി മാറിയ ശേഷം കോക്കോഷിബോ തൻ്റെ സഹോദരനുമായി വീണ്ടും കണ്ടുമുട്ടി. ഈ ഏറ്റുമുട്ടലിൽ യുറിച്ചി തൻ്റെ സഹോദരൻ്റെ അവസ്ഥ കണ്ട് ദുഃഖിക്കുകയും പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും യുറിച്ചി തൻ്റെ അവസാന നിമിഷങ്ങളിൽ കോക്കോഷിബയെ ശക്തമായി നേരിട്ടു. മരണം. ഇൻഫിനിറ്റി കാസ്റ്റിൽ യുദ്ധത്തിൽ മ്യൂച്ചിറോ ടോക്കിട്ടോ, സെനിമി ഷിനത്സുഗാവ, ഗ്യോമെ ഹിമജിമ, ഗെന്യ ഷിനത്സുഗാവ എന്നീ ഡീമൺ സ്ലെയർമാരുടെ സംയുക്ത ആക്രമണത്തിൽ കോക്കോഷിബ കൊല്ലപ്പെട്ടു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു ഡീമനായി മാറിയ തൻ്റെ യഥാർത്ഥ രൂപം കണ്ട് അവൻ ഞെട്ടുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു.